പുറത്തിറങ്ങിയത് മുതൽ വലിയ കോളിളക്കങ്ങൾക്ക് കാരണമായ കേരള സ്റ്റോറി 2 ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നു. 4-ാം ദിവസം ഇന്ത്യയിൽ നിന്നും വെറും 2 കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. ആദ്യ ദിവസം വെറും 75 ലക്ഷം രൂപ മാത്രമായിരുന്നു ചിത്രത്തിന്റെ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ. കേരളത്തിനെതിരെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറക്കിയ ചിത്രമായിരുന്നു കേരള സ്റ്റോറി 2. ചിത്രത്തിന്റെ ട്രെയിലറിലെ ചില രംഗങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുകയും ചെയ്തു. ഇതൊന്നും പോരാത്തതിന് ഇത് യഥാർത്ഥ സംഭവമാണെന്ന് ന്യായീകരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നുവെന്ന പ്രൊപ്പഗണ്ട പ്രചരിപ്പിച്ച ചിത്രമായിരുന്നു സുദീപ് തോസ് സെൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ചിത്രത്തിന് അന്ന് ലഭിച്ചിരുന്നത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് കാമാഖ്യ നാരായണ സിംഗ് കേരള സ്റ്റോറി 2 ചെയ്തിരിക്കുന്നത്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതടക്കം മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ ഉണ്ടായിരുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിന്നും വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാണാൻ ആളുകളില്ലാത്ത കാരണം കേരളത്തിലടക്കം നിരവധി ഷോകളാണ് റദ്ദാക്കിയത്.